ഗൈസ്, രാവിലെ എണീറ്റ് കൊലായിൽ ചെന്നപ്പോ കണ്ട കാഴ്ച ജൂഡി ഇതേ വിദൂരതയിലേക്ക് കണ്ണു നട്ട് ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഒരു കാര്യമില്ലാണ്ട് ഇതങ്ങനെ അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കില്ല. എന്താണെന്നറിയാൻ വേണ്ടി കുറച്ചു നേരം അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ അമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് കേട്ടോ. അമ്മ പോയ വഴി കണ്ണു നട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജൂഡി. ചെടികളിലൊക്കെ തക്കാളി ഉണ്ടായി പഴുത്തു തുടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അമ്മ. വീട്ടിൽ നോൽമ്പൊന്നുമില്ല, ഇവിടെ നിന്ന് മത്തിയാണ് കേട്ടോ മീൻ കിട്ടിയത്. തക്കാളി കണ്ടപ്പം എനിക്ക് വേണ്ടി ഉച്ചക്കത്തേക്ക് ഒരു തക്കാളിക്കറി വെച്ചേക്കാന്ന് വിചാരിച്ചു. നോക്കി, ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം അമ്മ മീൻകറി വെക്കുന്ന തിരക്കിലാണ്. വേഗം പോയി പല്ലും തേച്ച് ഒരു കുളിയും പാസ്സാക്കി ഞാൻ നേരെ വന്നൊരു ഗ്ലാസ് ചായ എടുത്തങ്ങ് കുടിച്ചു കേട്ടോ. കുളിക്കാതെ ഒന്നും കഴിക്കാൻ പാടില്ല. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുപ്പിയിലായിട്ട് റസ്ക് ഇരിക്കുന്നത് കണ്ടതേ. അങ്ങനെ ഒരു റസ്കും എടുത്ത് കഴിച്ചായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിലും എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമാണ് കേട്ടോ. നോക്കി, ആ ഉടുപ്പ് ചീത്തയായി. എനിക്ക് നോൻപായതുകൊണ്ട് തന്നെ അമ്മ ചായ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കാരണം അമ്മ കുളിക്കാതെയല്ലേ ഉണ്ടാക്കുക. അപ്പൊ പിന്നെ കുളി കഴിഞ്ഞ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ പണിയിലേക്ക് കടന്നു. അതാകുമ്പോ പെട്ടെന്ന് പണി കഴിയല്ലോ. അങ്ങനെ ഉപ്പുമാവ് എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ നേരത്തെ അങ്ങ് ചെകഞ്ഞെടുത്താൽ മതി. ഇനി ജൂഡിക്ക് ഫുഡ് കൊടുക്കാം അല്ലേ. ആളാണെങ്കിൽ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. വെച്ച് കൊടുക്കേണ്ട താമസം ആ പാത്രം അങ്ങ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. ഞാൻ അധികം ജൂഡിക്ക് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അങ്ങനെ ഞാൻ എന്തായാലും ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടേ. ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പുമാവായിരുന്നു. നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ചോറിനാണെങ്കിൽ നല്ല മാങ്ങ അച്ചാറും കൊത്തവര ഉപ്പേരിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു തക്കാളിക്കറി, അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അല്ലെങ്കിലും ഈ റേഷനരിയുടെ ചോറിലേക്ക് ഇതുപോലെ ഉണ്ടാക്കുന്ന തക്കാളിക്കറി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. കുറെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അയ്യവ അടിപൊളിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് പൊരിച്ചതും കൂടെ ഉണ്ടായപ്പം കേമായി. പണ്ടത്തെ ഞാനാണെങ്കിൽ ഇത്രയും കൂടെ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഡയറ്റ് ആണ്. അപ്പോ ടാറ്റാ.